നമസ്കാരം. ദിവസത്തിലെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. SNDP NSS ഐക്യശ്രമം തുടക്കത്തിലേ പിഴച്ചു. ഐക്യനീക്കത്തിൽ നിന്ന് NSS പിന്മാറി. ഐക്യം പറയുമ്പോൾ എന്തിനാണ് NDA നേതാവായ മകനെ വെള്ളാപ്പള്ളി NSS നേതൃത്വത്തിനടുത്തേക്ക് പറഞ്ഞയക്കുന്നതെന്ന് ചോദിച്ചാണ് സുകുമാരൻ നായർ ഐക്യനീക്കം തള്ളിയത്. തുഷാറിനെ അയച്ചതോടെ SNDPയുടെ നീക്കത്തിൽ സംശയം തോന്നി. ഐക്യത്തിൽ നിന്ന് പിന്മാറാനുള്ള പ്രമേയം താൻ തന്നെയാണ് അവതരിപ്പിച്ചതെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. പെരുന്നയിലെ NSS ആസ്ഥാനത്ത് ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗം ഏകകണ്ഠേനയാണ് ഐക്യം വേണ്ടെന്ന തീരുമാനമെടുത്തതെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കുന്നുണ്ട്. പല കാരണങ്ങളാലും പലതവണ പരാജയപ്പെട്ട കാര്യമാണ് SNDP NSS ഐക്യശ്രമങ്ങളെന്നായിരുന്നു ഡയറക്ടർ ബോർഡിൻ്റെയും വിലയിരുത്തൽ. SNDP നേതൃത്വത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട്, മുന്നണി ബന്ധങ്ങളോട് NSS നേതൃത്വത്തിന് യോജിക്കാനാവില്ലെന്ന സൂചനയാണ് തീരുമാനത്തിലൂടെ പുറത്തുവരുന്നത്. സമുദായത്തിൻ്റെ അന്തസ്സും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കാൻ രാഷ്ട്രീയ നിരപേക്ഷമായ നിലപാടാണ് ഉചിതമെന്ന് ഡയറക്ടർ ബോർഡ് വിലയിരുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായോ മുന്നണിയുമായോ ചേർന്ന് നിൽക്കുന്നത് സംഘടനയുടെ സ്വതന്ത്ര സ്വഭാവത്തെ ബാധിക്കുമെന്ന ആശങ്കയും യോഗത്തിൽ ഉയർന്നത് കേൾക്കാമായിരുന്നു. സംഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ NSSന് കഴിയില്ലെന്നും ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വ്യക്തമാക്കുന്നുണ്ട്. NSSന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂര നിലപാടാണുള്ളത്. മറ്റെല്ലാ സമുദായങ്ങളോടും സൗഹാർദ്ദത്തിൽ പോകുന്നത് പോലെ SNDP യോഗത്തോടും സൗഹാർദ്ദത്തിൽ വർത്തിക്കാനാണ് NSS ആഗ്രഹിക്കുന്നതെന്ന് ഡയറക്ടർ ബോർഡ് വാർത്താക്കുറിപ്പിൽ പറയുന്നുമുണ്ട്. NSS SNDP ഐക്യവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന യോഗം തീരുമാനിക്കുന്നു എന്ന് ചേർത്താണ് വാർത്താക്കുറിപ്പ് അവസാനിക്കുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ CPMനോട് അനുഭാവം തുടരുമ്പോഴും തുഷാർ വെള്ളാപ്പള്ളി നയിക്കുന്ന BDJS BJPക്കൊപ്പമാണ്. നായർ ഈഴവ ഐക്യമുണ്ടാക്കുന്നത് ഏതെങ്കിലും മതത്തോടോ സംഘടനയോടോ വ്യക്തിയോടോ വിദ്വേഷം കാട്ടാനല്ല, സാമൂഹ്യനീതിക്ക് വേണ്ടിയാണെന്നായിരുന്നു മുൻപ് വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ. വേദന അനുഭവിക്കുന്ന സമാന ചിന്താഗതിക്കാരായ നായാടി മുതൽ നസ്രാണി വരെയുള്ള സമുദായ അംഗങ്ങൾ ഉണ്ടാകും. പല നസ്രാണി വിഭാഗങ്ങളും തന്നെയും തുഷാറിനെയും സമീപിച്ചിട്ടുണ്ട്. അവരെ ഒഴിവാക്കാൻ കഴിയില്ല. അതൊക്കെ എങ്ങനെ വേണമെന്ന് സുകുമാരൻ നായരുമായി ചർച്ച ചെയ്യുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. BJPയുമായി ഇടഞ്ഞു നിൽക്കുന്ന സുകുമാരൻ നായരുമായി ഗോവ മുൻ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള കഴിഞ്ഞ ദിവസം NSS ആസ്ഥാനത്തെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനത്തെ രണ്ട് പ്രബല സമുദായ സംഘടനകൾ ഒന്നിക്കുന്നത് വലിയൊരു വോട്ട് ബാങ്ക് രൂപീകരണത്തിന് വഴിയൊരുക്കുമെന്നതായിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ ആശങ്ക. എന്നാൽ NSSൻ്റെ പിന്മാറ്റത്തോടെ ആ ആശങ്കയ്ക്ക് തൽക്കാലം വിരാമമായിരിക്കുകയാണ്. ഐക്യനീക്കത്തെ പിന്തുണച്ചിരുന്ന വിഭാഗങ്ങൾക്ക് അപ്രതീക്ഷിത തിരിച്ചടിയായാണ് NSSൻ്റെ തീരുമാനമെത്തുന്നത്. NSSും SNDPയും അടുക്കുന്നത് CPMന് വേണ്ടിയാണെന്ന പ്രചാരണവും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ് നിലവിലെ തീരുമാനം. ഇനി ഇന്നത്തെ പ്രധാന ദേശീയ വാർത്ത നോക്കാം. പത്മ പുരസ്കാരങ്ങളിൽ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടോ? പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന കാലത്ത് പ്രഖ്യാപിക്കുന്ന പുരസ്കാരങ്ങൾ അത്ര നിഷ്കളങ്കമായി കാണാനാകുമോ? ഞായറാഴ്ചയാണ് രാജ്യത്ത് പത്മ അവാർഡ് പ്രഖ്യാപിച്ചത്. BJPയുടെ പ്രത്യയശാസ്ത്ര ശത്രുക്കളായ അന്തരിച്ച CPM നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദൻ, ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ ഷിബു സോറൻ എന്നിവർ ഇക്കുറി പുരസ്കാരം നേടിയവരുടെ പട്ടികയിലുണ്ട്. മുതിർന്ന BJP നേതാവായ ഭഗത് സിംഗ് കോഷിയാരി, ജനസംഘം മുതൽ പാർട്ടിയിൽ സജീവമായിരിക്കെ അന്തരിച്ച മുതിർന്ന നേതാവ് VK മൽഹോത്ര എന്നിവരും പട്ടികയിലുണ്ട്. തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന കേരളത്തിൽ 8ഉം തമിഴ്നാട്ടിൽ 13ഉം പശ്ചിമ ബംഗാളിൽ 11ഉം പത്മ പുരസ്കാരങ്ങളുണ്ട്. 5 പത്മവിഭൂഷൺ പുരസ്കാരങ്ങളിൽ 3 സംസ്ഥാനത്ത് കേരളത്തിൽ നിന്നാണ്. പുരസ്കാര പ്രഖ്യാപനത്തിലൂടെ BJP നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം കൃത്യമാണ്. നിലവിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനുമായി പലപ്പോഴും ഏറ്റുമുട്ടൽ നിലപാട് സ്വീകരിച്ച നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. പുരസ്കാര വാർത്തയ്ക്ക് പിന്നാലെ പാർട്ടിയിലും പൊതുധാരയിലും പിണറായി VS അച്യുതാനന്ദനും വിലയിരുത്തപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും ഈ അവസരത്തിൽ കൂടിയാണ്. തുടർച്ചയായി മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശൻ അടുത്തിടെ സംസ്ഥാനത്ത് ഹിന്ദു ഐക്യം ആഹ്വാനം ചെയ്തയാളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 3ാം തവണ അധികാരത്തിലെത്തുമെന്ന് ആവർത്തിക്കുമ്പോഴും മുഖ്യമന്ത്രിക്കൊപ്പം പൊതുവേദിയിലെത്തിയ സമുദായ നേതാവ് കൂടിയാണ് അദ്ദേഹം. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഷിബു സോറൻ 2025 ഓഗസ്റ്റിലാണ് മരിച്ചത്. മകനും JMM നേതാവുമായ ഹേമന്ത് സോറൻ ജയിലിലായതിന് 2 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കുന്നത്. ഹേമന്ത് ജയിലിലായതിന് പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടിയേറ്റിരുന്നു. 1999 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ നിന്ന് മൻമോഹൻ സിംഗിനെ പരാജയപ്പെടുത്തിയ മുതിർന്ന നേതാവ് മൽഹോത്രയ്ക്ക് മരണാനന്തര ബഹുമതിയായാണ് പത്മഭൂഷൺ നൽകി ആദരിക്കുന്നത്. 2025 സെപ്റ്റംബറിലാണ് അദ്ദേഹം അന്തരിച്ചത്. ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും മഹാരാഷ്ട്ര മുൻ ഗവർണറുമായ കോശിയാരിക്കും പത്മഭൂഷൺ പുരസ്കാരം ഇക്കുറിയുണ്ട്. 2022 മഹാവികാസ് അഘാഡി MVA സർക്കാർ തകരുകയും BJPയുടെയും ശിവസേനയുടെയും മഹായുതി സർക്കാരിന് വഴിയൊരുക്കുകയും ചെയ്തപ്പോൾ കോശിയാരിയായിരുന്നു സംസ്ഥാനത്തെ ഗവർണർ. മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും പുരസ്കാര നിർണയത്തിലെ രാഷ്ട്രീയം രാഷ്ട്രീയക്കാരിൽ മാത്രം ഒതുങ്ങി നിന്നില്ലെന്ന് കാണാം. പഞ്ചാബിലെ സിഖുകാർക്കിടയിലും ഹരിയാനയിലും പടിഞ്ഞാറൻ UP, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ പ്രബല വിഭാഗമായ ജാട്ടുകൾക്കിടയിലും സ്വാധീനമുള്ള നടനാണ് അന്തരിച്ച ചലച്ചിത്ര താരം ധർമ്മേന്ദ്ര. ഇക്കുറി അദ്ദേഹത്തിന് പത്മവിഭൂഷണുണ്ട്. കർഷക പ്രക്ഷോഭവും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിൻ്റെ രാജിയും ഉണ്ടാക്കിയ പ്രതിസന്ധിയെ അഭിസംബോധന ചെയ്യാനാണ് പുരസ്കാരമെന്ന് കൃത്യമാണ്.
ഇനി ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്ത നോക്കാം. യു എസിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരായ പ്രൊഫഷണലുകൾക്ക് H1B വിസ പുതുക്കൽ വീണ്ടും തലവേദനയായിരിക്കുകയാണ്. പുതിയ H1B വിസയ്ക്കും ആ പുതുക്കാനുള്ള അഭിമുഖത്തിനും ഈ വർഷം ഇനി അവസരം ലഭിക്കില്ലെന്നാണ് അധികൃതർ അറിയിപ്പ് നൽകുന്നത്. ഡൽഹി, മുംബൈ, ചെന്നൈ, ഹൈദരാബാദ്, കൊൽക്കത്ത എന്നിവിടങ്ങളിലെ 4 US വിസ ഓഫീസുകളിൽ അഭിമുഖത്തിന് ഇപ്പോൾ സ്ലോട്ടുകൾ ലഭ്യമല്ല. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ പുതിയ വിസ അഭിമുഖങ്ങൾ 2027 മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം മുതലാണ് H1B വിസ അനുമതി വൈകാൻ തുടങ്ങിയത്. സ്ഥിതിഗതികൾ ഉടനെയൊന്നും മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയില്ലെന്ന് ഇമിഗ്രേഷൻ വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. അഭിമുഖത്തിന് തീയതി ലഭ്യമല്ലാത്തതിനാൽ US H1B വിസ ഉടമകൾ പുതുക്കുന്നതിനായി ഇന്ത്യയിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലതെന്നും ഉപദേശമുണ്ട്. സാധാരണ പോലെ ഡിസംബറിൽ പുതുക്കാമെന്ന പ്രതീക്ഷയിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന 100 കണക്കിന് H1B വിസ ഉടമകൾ ഇതോടെ കുടുങ്ങിക്കിടക്കുകയാണ്. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ തീയതി ലഭിച്ചിരുന്നവരുടെ വിസ അഭിമുഖങ്ങൾ ഇതിനകം 2027 ഏപ്രിൽ, മെയ് മാസങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് US വിവിധ കോൺസുലേറ്റുകളിൽ നിന്ന് വിസ ഉടമകൾക്ക് ഇമെയിൽ അറിയിപ്പുകൾ ലഭിക്കുന്നുണ്ട്. സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ച ശേഷം മാത്രമേ വിസ നൽകേണ്ടതുള്ളൂ എന്നാണ് US സർക്കാരിൻ്റെ പുതിയ നയം. പുതിയ നിബന്ധനയനുസരിച്ച് നടപടികൾ പൂർത്തിയാക്കുന്നതിന് കൂടുതൽ സമയം ആവശ്യമുണ്ട്. ഇതോടെയാണ് അഭിമുഖങ്ങൾ വൈകാൻ തുടങ്ങിയത്. US കുടിയേറാനും പൗരത്വം ലഭിക്കാനും കഴിഞ്ഞ ഡിസംബർ 29 പുതിയ നിയമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇന്ത്യക്കാർക്ക് ഒരു വർഷം 85,000 വിസ എന്ന പരിധിയിൽ സർക്കാർ മാറ്റം വരുത്തിയിട്ടില്ല. ഇതിൽ 20,000 വിസ US ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയവർക്കായി മാറ്റിവെച്ചിട്ടുമുണ്ട്. IT, എഞ്ചിനീയറിംഗ്, ഡേറ്റ, AI അനലിറ്റിക്സ്, ധനകാര്യം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഗവേഷണം നടത്തുന്നവർക്കും US നൽകുന്ന വിസയാണ് H1B വിസ. 3 വർഷമാണ് വിസയുടെ കാലാവധി. കുടിയേറ്റം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി വിസ പുതുക്കുന്നതിനുള്ള ഫീസ് $1,00,000 അടുത്തിടെ US ഉയർത്തിയിരുന്നു.